തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഭീകരന്മാരെ ജയിലിലടച്ച രണ്ടുപേർ. ഭീകരവാദികളെ UAPA ചുമത്തി ജയിലിൽ കിടക്കുന്ന പഞ്ചാബിലെ ഖാദൂർ സാഹിബ് സീറ്റിൽ തീവ്ര സിഖ് മതപ്രഭാഷകൻ അമൃത്പാൽ സിംഗ്, ജമ്മു കാശ്മീരിലെ ബാരാമുള്ള മണ്ഡലത്തിൽ നിന്ന് ഷെയ്ഖ് അബ്ദുൾ റഷീദ് എന്നിവരാണ് വിജയിച്ചത്. 2 വർഷം വരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് മാത്രമേ ഇലക്ഷനിൽ മത്സരിക്കാൻ അയോഗ്യതയുള്ളൂ. റിമാൻഡിൽ കിടക്കുന്നവർക്ക് മത്സരിക്കാം. ഇവർ രണ്ടുപേരും ആ പഴുതുപയോഗിച്ച് ഇലക്ഷനിൽ ജയിലിൽ കിടന്ന് മത്സരിച്ചു. ഒരിക്കൽ പോലും ജനങ്ങളോട് നേരിട്ട് വോട്ട് ചോദിച്ചിട്ടില്ല. ജനങ്ങളെ ഒരിക്കൽ പോലും ഇവർ നേരിട്ട് കണ്ടിട്ടില്ല. ഇലക്ഷൻ പ്രചരണ സമയത്തും ജയിലിലെ ഇരുട്ടുമുറിയിൽ തന്നെ ഇവർ കിടന്നു. എന്നിട്ടും അവർ രണ്ടുപേരും വിജയിച്ചത് ഇപ്പോൾ വലിയ വാർത്തയും നിയമവിഷയവുമൊക്കെ തന്നെ ആയിരിക്കുകയാണ്. തീവ്രവാദ കുറ്റം ചുമത്തി ജയിലിൽ കഴിയുന്ന 2 സ്ഥാനാർത്ഥികൾ വിജയികളായി എന്നത് ലോക്സഭയിലും വലിയ വിഷയമാകും. 18ാം ലോക്സഭയ്ക്ക് അസാധാരണമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. പുതിയ സഭയുടെ നടപടികളിൽ നിന്ന് പങ്കെടുക്കുന്നതിൽ നിന്ന് നിയമം അവരെ തടയുമെങ്കിലും പാർലമെന്റ് അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അവർക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്യാൻ ഈ 2 ഭീകരന്മാരെയും ജയിലിൽ നിന്ന് പാർലമെന്റിൽ എത്തിക്കേണ്ടി വരും. കാരണം നിയമപ്രകാരം അവർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ്. ജയിലിൽ നിന്നും ഭീകരവാദത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ഇരുവരും സത്യപ്രതിജ്ഞയ്ക്ക് എത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം. ജയിലിൽ വെച്ചോ വീഡിയോ കോൺഫറൻസ് വഴിയോ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കില്ല. അത്തരം നടപടിക്രമങ്ങൾ ഇന്നും ഇതുവരെയുമില്ല. ഈ 2 ഭീകരന്മാർ ലോക്സഭയിലെത്തുമ്പോൾ പാർലമെന്റിന്റെ ധാർമ്മികതയ്ക്കും അന്തസ്സിനും കൂടി ഇത് തിരിച്ചടിയാണ്. ചൊവ്വാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത്. പഞ്ചാബിലെ ഖാദൂർ സാഹിബ് സീറ്റിൽ തീവ്ര സിഖ് മതപ്രഭാഷകൻ അമൃത്പാൽ സിംഗ് വിജയിച്ചപ്പോൾ ജമ്മു കാശ്മീരിലെ ബാരാമുള്ള മണ്ഡലത്തിൽ നിന്ന് എഞ്ചിനീയർ റാഷിദ് എന്നറിയപ്പെടുന്ന തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പ്രതി ഷെയ്ഖ് അബ്ദുൾ റഷീദാണ് വിജയിച്ചിരിക്കുന്നത്. ജയിലിൽ കഴിയുന്ന ഈ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MPമാരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കുമോ? അതേയെങ്കിൽ എങ്ങനെയെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇവരുൾപ്പെട്ട നിയമസാധ്യതകൾ വിശദീകരിച്ചുകൊണ്ട് ഭരണഘടനാ വിദഗ്ധനും മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലുമായ PDT ആചാര്യ ഇത്തരം കേസുകളിൽ ഭരണഘടനാ വ്യവസ്ഥകൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറയുകയാണ്. പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഭരണഘടനാപരമായ അവകാശമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അവർ ഇപ്പോൾ ജയിലിലായതിനാൽ എഞ്ചിനീയർ റാഷിദും മിസ്റ്റർ സിംഗും സത്യപ്രതിജ്ഞ ചടങ്ങിനായി പാർലമെന്റിലേക്ക് കൊണ്ടുപോകാൻ അധികാരികളുടെ അനുമതി തേടണം. സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ അവർ ജയിലിലേക്ക് മടങ്ങേണ്ടി വരും. ഒരിക്കൽ ഇവർ ലോക്സഭയിലെത്തിയാൽ അവിടെ നിന്ന് വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകാൻ സഭാ അധ്യക്ഷന്റെ അനുമതി വേണം. അധ്യക്ഷന്റെ മുൻകൂർ അനുമതിയില്ലാതെ പാർലമെന്റിന്റെ 2 സഭകളിലെയും ഒരംഗത്തെയും ജയിലിൽ അടയ്ക്കാൻ സാധിക്കില്ല. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സഭയിൽ ഹാജരാകാൻ സാധിക്കാത്ത കാര്യം അറിയിച്ച സ്പീക്കർക്ക് ജയിലിൽ കിടക്കുന്നവർ അപേക്ഷ നൽകണം. തുടർന്ന് സ്പീക്കർ അവരുടെ അപേക്ഷകൾ അംഗങ്ങളുടെ അസാന്നിധ്യം സംബന്ധിച്ച് ഹൗസ് കമ്മിറ്റിക്ക് കൈമാറും. സഭാ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അംഗത്തെ അനുവദിക്കണമോ എന്ന് സമിതി ശുപാർശ ചെയ്യും. എഞ്ചിനീയർ റാഷിദിനെയോ മിസ്റ്റർ സിംഗിനെയോ കുറ്റക്കാരനായി കണ്ടെത്തി കുറഞ്ഞത് 2 വർഷമെങ്കിലും തടവിലാക്കുകയാണെങ്കിൽ 2013 സുപ്രീം കോടതി വിധി പ്രകാരം അവർക്ക് ഉടൻ തന്നെ ലോക്സഭയിലെ സ്ഥാനം നഷ്ടപ്പെടും. അത്തരം കേസുകളിൽ MPമാരും MLAമാരുമെല്ലാം അയോഗ്യരാക്കപ്പെടുകയാണ് ചെയ്യുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.